സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾ എങ്ങനെയാണ് വരുന്നത്? കുറഞ്ഞ വരുമാനം, അതല്ലെങ്കിൽ കുറഞ്ഞ സേവിങ്സ്. അങ്ങനെയാണ് ആളുകളുടെ പൊതുവായ ധാരണ. എന്നാൽ തികച്ചും വ്യത്യസ്തമായൊരു കാരണമുണ്ട്. ഉയർന്നു നിൽക്കുന്ന സ്ഥിരം ചെലവുകൾ. ഉദാഹരണത്തിന് വാടക, EMI, സ്കൂൾ ഫീസ്, ഇൻഷുറൻസ്, അതിലെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ് ബഹുഭൂരിപക്ഷത്തെയും. ഡീസൻ്റായി വരുമാനമുണ്ടാകും, കടലാസിൽ നോക്കിയാൽ സേവിങ്സ് കൊള്ളാം, പക്ഷേ എപ്പോഴും പിരിമുറുക്കത്തിലാണ് മനസ്സ്. ശരിക്കു പറഞ്ഞാൽ മാനസികമായി ദാരിദ്ര്യം. ഉദാഹരണം പറയാം. ഒരാൾ മാസം 1.5 ലക്ഷം രൂപയുണ്ടാക്കുന്നു. അതിൽ 1 ലക്ഷത്തിലേറെയും സ്ഥിരം ചെലവാണ്. വീടിൻ്റെ EMI, കാറിൻ്റെ EMI, ഇൻഷുറൻസ്, SIP, അങ്ങനെയെല്ലാം. ശ്രദ്ധിച്ചു നോക്കിയാൽ സേവിങ്സിൻ്റെ അനുപാതം വളരെ നല്ലതാണ്. പക്ഷേ ശമ്പളം ഒരല്പം വൈകിയാൽ ഉത്കണ്ഠയായി. ജോലിയൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ റിസ്ക്കാണ്. അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഏതൊരു ചെലവും പ്രതിസന്ധിയാണെന്ന് തോന്നും. എന്നുവെച്ചാൽ പണം ഉണ്ടാക്കുന്നുണ്ട്, സ്വാതന്ത്ര്യം ഇല്ല. മറ്റൊരാൾക്ക് മാസം 1 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. സ്ഥിരമായ മാസ ചെലവുകൾ 45,000 വരും. സേവിങ്സിലേക്ക് മാറ്റിവെക്കുന്നത് 20%. അന്നേരം ഒരു ഗുണമുണ്ട്, ചെലവുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. വരുമാനം ചെറിയൊരു കാലം നിന്നുപോയാലും മാനേജ് ചെയ്യാൻ കഴിയും. കരിയർ മാറ്റമൊന്നും വല്ലാത്തൊരു സ്ട്രെസ്സായി തോന്നുന്നില്ല. കടലാസിൽ നോക്കിയാൽ കാര്യക്ഷമത കുറവ്, യഥാർത്ഥ ജീവിതം കുറെ കൂടി ശാന്തം. വലിയ തുക സമ്പാദിക്കുന്നതിനേക്കാൾ ഫ്ലെക്സിബിലിറ്റി പ്രധാനമാകുന്നത് അങ്ങനെയാണ്. സ്ഥിരം ചെലവുകൾ ഉയർന്നു നിന്നാൽ സാഹചര്യത്തിനൊത്ത മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. സാധാരണമായ അനിശ്ചിതാവസ്ഥകൾ മാനസിക സമ്മർദ്ദത്തിന് കാരണമാക്കും. എന്തു വന്നിട്ടായാലും വേണ്ടില്ല, കിട്ടുന്നതിൽ മാക്സിമം സമ്പാദ്യമായി മാറ്റിവെക്കുക എന്നതല്ല പേഴ്സണൽ ഫിനാൻസ്. സാമ്പത്തിക കാര്യത്തിൽ മതിയായ അയവ് സൂക്ഷിക്കാൻ കഴിയണം. പണം കൊണ്ട് ആദ്യം സമ്പാദിക്കേണ്ടത് മനസമാധാനമാണ്. കിട്ടുന്നതിൽ പരമാവധി സമ്പാദ്യത്തിലേക്ക് മാറ്റിവെച്ച് മുണ്ടുമുറുക്കി തലപ്പെരുപ്പം കയറ്റിയിട്ട് എന്ത് കാര്യം? കിട്ടുന്നതെല്ലാം SIPയിലേക്ക് തട്ടിയാൽ നിങ്ങൾക്ക് വേണ്ടി ആര് ജീവിക്കും?